താല്പര്യപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നവൻ എടുക്കപ്പെട്ടതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം മുഴുവൻ വിശ്വാസത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം അല്ലെ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും എന്ന് പറഞ്ഞാണ് 11-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. യേശു കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഇതിനകത്ത് ആരെങ്കിലും യേശു കർത്താവ് പ്രത്യക്ഷമായി ആരെങ്കിലും പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളും ഉണ്ടോ? ഇല്ല. യേശു കർത്താവിനെ അക്ഷരികമായി നാം കണ്ടിട്ടില്ല അല്ലേ? അനുഭവിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ശിഷ്യന്മാർ യേശുവിനെ കണ്ടു അക്ഷരികമായി. യേശുവിനെ അടുത്തിരുന്നു, യേശുവിൽ നിന്ന് വാഴ്ത്തിയ ഭക്ഷണം വാങ്ങി കഴിച്ചു, യേശുവിന്റെ മാറോട് ചേർന്നു, യേശുവിന്റെ ശബ്ദം കേട്ടു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ കണ്ടതും. ആരുടെ വിശദീകരണം ആവശ്യമില്ല. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടു നോക്കിയതും അല്ലെ, ഞങ്ങൾ അടുത്തിരുന്നതുമായ ഒരു കർത്താവ്. അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമായിരുന്നു, കാരണം കർത്താവിന്റെ കൂടെ അവർ സഞ്ചരിച്ചത് അല്ലേ. അതേസമയം നമുക്ക് ആ ഭാഗ്യം സത്യത്തിലില്ല. കർത്താവിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. 2000 വർഷങ്ങൾക്ക് ശേഷമാണ് നാം ജനിക്കുന്നത്, ഈ ലോകത്തിലേക്ക് വരുന്നത്. പക്ഷെ നമുക്ക് വിശ്വാസത്താൽ കർത്താവിനെ കാണാൻ പറ്റും അല്ലേ? അതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കർത്താവ് ഉണ്ട് എന്ന് നമുക്ക് നിശ്ചയമാണ്. കാണാത്തൊരു കാര്യമാണ്, പക്ഷെ ഒരു നിശ്ചയമാണ്. ഇനി സ്വർഗമുണ്ട്, ഒരു നിശ്ചയമാണ് അല്ലെ? കണ്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചടക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അടുത്ത സ്ഥിതി എന്നാണെന്ന് അറിയുന്നത്. അപ്പോൾ കാണാത്ത കാര്യമാണ്. നരകം കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, പക്ഷെ നമുക്കൊരു നിശ്ചയമുണ്ട്. നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മുടെ ആത്മാവിനൊരു നിശ്ചയമുണ്ട് അല്ലെ? അപ്പോൾ എല്ലാം വിശ്വാസത്താൽ സംഭവിക്കും. ഒരു ഇബ്രാഹിം എങ്ങനെ പഠിപ്പിക്കുന്നത്, ഒരുവൻ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹൃദയം വാസ്തവമായി ഉണ്ട്. ഈ ലോകമുണ്ടെങ്കിൽ, ഭൂമി ഉണ്ടെങ്കിൽ, പ്രപഞ്ചമുണ്ടെങ്കിൽ, സൗരയൂഥമുണ്ടെങ്കിൽ ദൈവം ഉണ്ട്. അവയെല്ലാം സൃഷ്ടിച്ചത് ദൈവമാകുന്നു അല്ലെ? അപ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പിന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഒരു പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇനി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ വചന വെളിപ്പാട് എനിക്ക് തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ശിഷ്യന്മാർ 9 ശിഷ്യന്മാര് ഒരു തീരും വെള്ളത്തിലും ഒരു ബാലകനെ അല്ലെ, പിശാച് തീരും വെള്ളത്തിലും ഇടുന്ന ഒരു ബാലകനെ സൗഖ്യമാക്കുവാൻ 9 ശിഷ്യന്മാർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെ? 9 ശിഷ്യന്മാർ അവർക്ക് പറ്റുന്നില്ല. കാരണം അവരിത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പും പരിചയവും വെച്ചാണ് അവർ ഈ ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും അവർ പോയില്ല. കർത്താവ് മലമുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരുടെ വിശേഷപ്പെട്ട 3 പ്രഥമരായ വ്യക്തികൾ അവിടെ ഇല്ല. അപ്പോൾ ഈ 9 ശിഷ്യന്മാർ വിചാരിച്ചാൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ളതാ, രോഗികളെ സൗഖ്യമാക്കിയിട്ടുള്ളതാ അല്ലെ? അപ്പോൾ ഞങ്ങൾക്ക് ആ ശുശ്രൂഷയുണ്ട്. അപ്പൊ അവരതിനെ ട്രൈ ചെയ്തു, പക്ഷെങ്കിൽ നടന്നോ? ഇല്ല. അവർ ഇളിഭ്യരായി മാറി. അവർ നടന്നില്ല. കർത്താവ് മലമുകളിൽ ഇറങ്ങി വന്നപ്പോൾ അവരോട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കഴിയാഞ്ഞത്? വിശ്വാസക്കുറവ് കൊണ്ടാണ്. വിശ്വസിക്കുന്നവനാൽ സകലതും കഴിയും. വിശ്വാസക്കുറവ് കൊണ്ടാണ് സംഭവിച്ചത്. മാത്രമല്ല, വിശ്വസിക്കുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യണം. ഈ 9 ശിഷ്യന്മാർ താഴ്വരയിലായിരുന്നപ്പോൾ 3 ശിഷ്യന്മാരും കർത്താവും മലമുകളിൽ അസാധാരണമായ കാഴ്ച കാണുകയും അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ? ചുഴലിക്കാറ്റിൽ യഹോവ ചുഴലിക്കാറ്റിൽ അഗ്നിമയമായ രഥങ്ങളോടുകൂടെ കുതിരകളോടുകൂടെ എടുത്ത ഏലിയാവിനെ അവർ കണ്ടിട്ടാ വരുന്നേ. ഹല്ലേലൂയ. മലയുടെ മുകളിൽ ദൈവം അടക്കിയ ഇസ്രായേലിന്റെ ശക്തനായ പ്രവാചകനായിരുന്ന പ്രതിപുരുഷനായ മോശെ അവരുടെ കണ്ണുകൊണ്ട്
അതിലുപരിയായി സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവത്തിന്റെ ശബ്ദം അവർ കേട്ടിട്ടാണ് വരുന്നത്, അല്ലേ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അസാധാരണമായ കാഴ്ചകൾ. ഏലിയാവിനെ, മോശയെ, പിതാവായ ദൈവത്തിന്റെ ശബ്ദത്തെ ഒക്കെ റിസീവ് ചെയ്ത് സാന്നിധ്യത്തിൽ ഇരുന്നവരാണ് താഴെ ഇറങ്ങി വന്ന് കർത്താവാണ് നടുവിൽ നിന്ന് സംസാരിക്കുന്നത്. ആ ഒറ്റ പദത്തിൽ സാത്താൻ അവരെ വിട്ടുപോവുകയാണ്. കർത്താവ് ഇത് ഞാൻ ഈ വാദം ധ്യാനിക്കുമ്പോൾ, എന്റെ പ്രസംഗ വിഷയം, പക്ഷെ ഇത് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പരിചയം കൊണ്ടല്ല, നമ്മുടെ അറിവ് കൊണ്ടല്ല പൈശാചിക മണ്ഡലങ്ങൾ കീഴ്പ്പെടുന്നത്, നമ്മുടെ മേലുള്ള സാന്നിധ്യം കൊണ്ടാണ് കീഴ്പ്പെടുന്നത്. അതാ ഭാഗം തെളിയിക്കുന്നത്, അല്ലേ? കഴിവ് കൊണ്ടും പരിചയം കൊണ്ടും അനേക ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ട് അവന്റെ മേലെ കൈവച്ച ഈ 9 ശിഷ്യന്മാർ അല്ല, അവർ ബുദ്ധിമോശം കാണിച്ചു ഒന്നുമല്ല. അവരുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നത് അവർ കണ്ടിരുന്നു, വിശ്വസിച്ചിരുന്നു. അത് സംഭവിച്ചത് കൊണ്ട് അവരില്ലെങ്കിലും ഞങ്ങളുടെ ഈ ടീമിന് അത് ചെയ്യാൻ കഴിയുമെന്ന പരിചയത്തിൽ നിന്ന് കൈവച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചില്ല. എന്നാൽ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നവർ കൈവച്ചപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു. Praise the Lord. Hallelujah. എല്ലാവരുടെയും വാക്കിൽ സൂര്യൻ നിൽക്കുകയില്ല, എല്ലാവരുടെയും വാക്കിൽ ചന്ദ്രൻ നിൽക്കുകയില്ല. വിശ്വസിക്കുന്നവന്റെ വാക്കിൽ ഹല്ലേലൂയ സൂര്യൻ നിന്നു, ചന്ദ്രൻ നിന്നു. Praise the Lord. എത്ര വിശ്വാസമുണ്ട്? അപ്പോൾ അകത്തുള്ള വിശ്വാസം പ്രവൃത്തിയായി പരിണമിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന്, പ്രതിഫലം നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. അവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം ഫസ്റ്റ്, അല്ലേ? ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് ആ ദൈവം ഉണ്ടോ ഇല്ലയോ ആരാധിച്ചേക്കാമെന്ന് പറഞ്ഞു പോകുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പ്രതിഫലം നൽകും. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, എന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കും. ഓ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ബ്ലോക്കായിരിക്കുന്നത്, തടസ്സം നിൽക്കുന്നത്, ഇത് സംസാരിക്കുന്നു. ദൈവാത്മാവിനെ കാഴ്ച കാണിക്കുന്നു. ഒരു ഡോറിന് മുകളിലേക്ക് ഒരു ശക്തിയുള്ള കരം വെച്ചിട്ട് ഇത് ഞാൻ തുറക്കുകയില്ല, അവസരം തരികയില്ല പറയുന്ന ഒരു പൈശാചിക ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ദൈവം നിനക്കായി വെച്ചിരിക്കുന്ന അവസരങ്ങൾ ഈ രാത്രിയിൽ തുറന്നു വരട്ടെ. ദൈവം നിനക്കായി വെച്ചിരിക്കുന്ന പുതിയ വഴികൾ ഈ രാത്രിയിൽ വിശ്വാസത്തെ പ്രാർത്ഥനയാണ്. വിശ്വാസത്തെ കുറിച്ച് പല വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ട്, വിശ്വാസത്തെ കുറിച്ച് ഹാനോക്കിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. പല വ്യക്തികളെ കുറിച്ച്, ചില വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചതാണെന്ന് ഞാൻ ധരിക്കുന്നു. ഹാനോക്കിനെ കുറിച്ച് രാത്രി 1-2 പദങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, അല്ലേ? അവിടെ 1-2 പദങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഹാനോക്കിനെ കുറിച്ച് ദൈവത്തിൽ അധികമൊന്നും വിശദീകരിക്കുന്നില്ല, കുറച്ച് ചില ഭാഗങ്ങളൊക്കെ പറയുന്നുള്ളൂ. പക്ഷേ ഈ അധികം വിശദീകരിക്കാത്തവരെ ദൈവം അധികമായി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനൊരു വ്യക്തിയുടെ കാര്യം നാളെ പ്രസംഗിച്ച് പറഞ്ഞാൽ, ആരാ? ഒരു പ്രാർത്ഥിച്ച മനുഷ്യൻ, അല്ലേ? 1-2 ഭാഗങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആരാ? മറന്നുപോയോ? എബേസ്, അല്ലേ? എബേസ് പ്രാർത്ഥിച്ചു. ചുരുക്കം ചില വേദഭാഗങ്ങളെ ഉള്ളു എബേസിനെ കുറിച്ച്. പക്ഷെ എബേസിനെ കുറിച്ച് പ്രസംഗിക്കാത്ത വാസ്തവന്മാരില്ല, എബേസിനെ കുറിച്ച് പ്രസംഗിക്കാത്ത കേൾക്കാത്ത മെസ്സേജുകളില്ല. കാരണം ചുരുക്കം ചില പ്രാർത്ഥനകളാണ്, പക്ഷെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരുന്നു. പ്രൊജക്ട് ചെയ്യുവാൻ അവന്റെ കുടുംബത്തിൽ ആരുമില്ലായിരുന്നു. അമ്മ അവന് വ്യസനപുത്രന് പേരിട്ടു. സഹോദരന്മാർ അവനെ അധികം പ്രാധാന്യം കൊടുത്തിരുന്ന സഹോദരന്മാരൊക്കെ അവൻ മാന്യനായിരുന്നു. ആരും പ്രൊജക്ട് ചെയ്യാനില്ലാത്തവനെ ദൈവം പ്രൊജക്ട് ചെയ്തു. ആരും ഗൗനിക്കാതിരിക്കുന്നവരെ ദൈവം ഗൗനിച്ചെന്നിരിക്കും. ഈ സ്ത്രീ ചെയ്തത് എന്റെ കാലിൽ ഈ ഭരണിയുടെ തൈലം ഒഴിച്ചത് എല്ലാരും മറന്നു പോകും. പക്ഷേ ലോകമുള്ളിടത്തോളം കാലം അവളെ കുറിച്ച് പ്രസംഗിക്കും. ശിമോനെ, നീ ഇവിടെ മറന്നു പോകും, ഈ സാഹചര്യങ്ങളൊക്കെ മറന്നു പോകും.
ഹല്ലേലൂയ. ഏകദേശം ഹല്ലേലൂയ ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം ആലോചിച്ച് നോക്കി. 6000 വർഷങ്ങൾ അല്ലെങ്കിൽ 5000 വർഷങ്ങൾ നമുക്ക് എടുക്കാം. 5000 സംവത്സരങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ച് ഇന്ന് രാത്രി സംസാരിക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തോടു കൂടെ നടന്നവനാണ്. നീ ഇന്ന് രാത്രി മുതൽ ദൈവത്തോടു കൂടെ നടക്കുന്നവനാണെങ്കിൽ തലമുറകൾ കഴിഞ്ഞാലും നിന്റെ പേരിനെ ഉയർത്തുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഈ ആയുസ്സിന് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചല്ല, എന്തോ ഇതൊക്കെ കയറി വരുന്നു. ഹല്ലേലൂയ. ഈ 60 വയസ്സ് കൊണ്ട് 80 വയസ്സ് കൊണ്ട് ഹല്ലേലൂയ നീ ഇവിടെ അസ്തമിച്ചു പോകാതെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഹല്ലേലൂയ നിന്റെ പേരിനെ ഉയർത്തുന്ന, നിന്നെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ചരിത്രം ഇതുപോലെ പരിശുദ്ധാത്മാവിനെ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് കേട്ടു 21 പേരെ ഉയർത്തിയ വികിൽസ്വർത്തിനെ കുറിച്ച് ഇപ്പോഴും ഡോക്യുമെന്ററികൾ ഇറങ്ങുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ മനുഷ്യൻ മരണം കഴിഞ്ഞിട്ടും അവന്റെ പേര് പോയിട്ടില്ല. കാരണം കർത്താവിനോട് കൂടെ നടന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ചിലരെ ദൈവം നമ്മെ പ്രൊജക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഉയർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വർഷങ്ങൾ കഴിഞ്ഞാലും ആണ്ടുകൾ കഴിഞ്ഞാലും നമ്മുടെ പേരിന് ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് വിശ്വാസം ആവശ്യമാണ്. ഹാനോക്കിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ഹാനോക്കിന് 5-ാം അധ്യായത്തിന്റെ 21 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. 23-ാമത്തെ വാക്യം, ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നോക്കണേ, ഹാനോക്കിന്റെ മൊത്തം ആയുസ് 365 വയസ്സാണ്. ഈ 365 വയസ്സിൽ 65-ാമത്തെ വയസ്സിലാണ് മെഥൂശലേഹ് ജനിക്കുന്നത്. മെഥൂശലേഹ് ജനിച്ചത് മുതൽ അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. എത്ര വർഷം? 300 വർഷം അവൻ ദൈവത്തോടു കൂടെ നടന്നു. ശ്രദ്ധിക്കുക, ഹാനോക്ക് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമർപ്പിതൻ എന്നാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം, സമർപ്പിതൻ. അവന്റെ പിതാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, യാരത്ത് എന്നാണ് അവന്റെ പിതാവിന്റെ പേര്. അവന്റെ മക്കൾ മെഥൂശലേഹ് ഉണ്ട്. പിന്നീട് മറ്റു മക്കൾ ജനിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവന്റെ 300 സംവത്സരം അവൻ ദൈവത്തോടൊപ്പമായിരിക്കുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് കുടുംബമോ തലമുറകളോ ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച ഒരേ ഒരു അഭിഷക്തനാണ് ഹാനോക്ക്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? ആമോസ് 3:3 ഇങ്ങനെ പറയുന്നു, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? എനിക്ക് ഒരാളുമായിട്ട് ചേർന്ന് നടക്കണമെങ്കിൽ, ഒരാളുമായിട്ട് സൗഹൃദം ഉണ്ടാകണമെങ്കിൽ എന്റെ താല്പര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം, അവരുടെ താല്പര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ളവരുമായി മാത്രമേ സൗഹൃദം ഉണ്ടാകത്തുള്ളൂ, സ്നേഹബന്ധം ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന്റെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. അതുപോലെ ഹാനോക്കിന്റെ ആഗ്രഹങ്ങൾ ദൈവവും ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഹാനോക്കിന്റെ ദൈവം ഇഷ്ടപ്പെട്ടു, ദൈവത്തിന് ഹാനോക്കിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് 2 പേർ ഒത്തത് കൊണ്ടാ ചേർന്ന് നടക്കാൻ പറ്റുന്നത്. അഭിപ്രായങ്ങൾ ഏകദേശം തുല്യമായിരുന്നു, താല്പര്യങ്ങൾ ഏകദേശം ഒരുമിച്ചായിരുന്നു. നോക്കണമേ, ദൈവത്തിന്റെ താല്പര്യങ്ങളോട് ചേർന്ന് നടക്കുവാൻ കഴിയുന്ന ഒരു അഭിഷക്തൻ. എത്ര വർഷം നടന്നു? 300 സംവത്സരം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നും വേണ്ട. ഏതെങ്കിലും വനത്തിൽ പോയിരുന്ന് ആരാധിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുഭൂമിയിലോ ഒറ്റയ്ക്കിരുന്ന് പോയി ആരുമില്ലാതെ ഞാൻ ദൈവത്തെ സേവിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലെന്ന് തെളിയിച്ച ഒരാളാണ് ഹാനോക്ക്. അവൻ കുടുംബം ഉണ്ടായിരിക്കെ, തലമുറകൾ ജനിച്ചുകൊണ്ടിരിക്കെ ദൈവത്തോട് ചേർന്ന് നടന്നു. അങ്ങനെ ഇന്ന് രാത്രി ഒരു ചോദ്യം പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. ഈ തിരക്കുകളുടെ നടുവിൽ, ഈ തലമുറകളുടെ കാര്യം നോക്കുന്നതിന്റെ നടുവിൽ, അത് ഈ ജോലിയുടെ എങ്ങനായാലും ഹാനോക്ക് കൃഷി ചെയ്തിരിക്കും. പിള്ളേരെയൊക്കെ വളർത്തണ്ടേ? എങ്ങനായാലും ഹാനോക്ക് കൃഷി ചെയ്ത് കാണും, ആടുമാടുകളെ ഒക്കെ നോക്കി കാണും. അപ്പൊ ഈ തിരക്കുകളുടെ നടുവിലും, ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് നടുവിലും എല്ലാം ആര് ദൈവത്തോടു കൂടെ നടന്നു? അങ്ങനെയാണ് നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടോ?
തിരക്കായതുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, പിള്ളേരുള്ളതുകൊണ്ട് സമയമില്ല, അവരുടെ സ്കൂളിൽ വിടുന്നതുകൊണ്ട് സമയമില്ല. ഉണ്ടോ? ഇല്ലെന്ന് ആര് തെളിയിച്ചു? സംവത്സരങ്ങൾക്ക് മുമ്പ് ഹാനോക്ക് തെളിയിച്ചു. കുടുംബമുണ്ടെങ്കിലും തലമുറകളുണ്ടെങ്കിലും കൃഷി ചെയ്യുന്നെങ്കിലും ദൈവത്തോടുകൂടെ 300 സംവത്സരം നടക്കുവാൻ അവന് ദൈവത്തിന് കഴിഞ്ഞു. എന്താ അതിന്റെ റിസൾട്ട്? 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം പറഞ്ഞു, ഹനോക്കേ, എല്ലാ ദിവസവും ഞാൻ നിന്നെ കാണാനും നിന്റെ സംസർഗം അനുഭവിപ്പാനും ഇറങ്ങി വരികയല്ലേ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് പകരം നീ അങ്ങോട്ട് കയറി വന്നാൽ പോരെ. 300 സംവത്സരത്തിന് ശേഷം മരിക്കാതെ ഒരുവനെ കാണാതായി അവൻ ഉൽപ്രാവണം ചെയ്തു. നമുക്കറിയാം, ഉൽപ്രാവണത്തിലേക്ക് വരാൻ സമയമാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയാം, നാം വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? ഒരു ഉൽപ്രാവണത്തിന് വേണ്ടിയാ, അല്ലേ? ഇവിടെ ബാങ്ക് ബാലൻസ് ഒക്കെ ആക്കി തലമുറകൾക്കുള്ളത് മാറ്റി വെച്ച് കാറും വീടും സൗകര്യം ഒക്കെ ആക്കിയിട്ട് പോകാനാണ് അല്ല നമ്മൾ വന്നത്. നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ആഗ്രഹമെങ്കിൽ അതിനല്ല ദൈവം നമ്മെ വിട്ടിരിക്കുന്നത്. ഒരു ഉൽപ്രാവണത്തിനാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നിന്നും അടക്കപ്പെട്ട കല്ലറയിൽ നിന്നും അവന്റെ ശക്തിയാൽ എഴുന്നേൽക്കും. അതല്ലെങ്കിൽ നാം ജീവനോടെ കർത്താവിനോട് രൂപാന്തരം പ്രാപിക്കും. എങ്ങനായാലും ഒരു ഉൽപ്രാവണമുണ്ട്. ആ ഉൽപ്രാവണമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ എൻഡ് അല്ലെങ്കിൽ ലക്ഷ്യം. ഹാനോക്കിനെ സംബന്ധിച്ചും അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം പറഞ്ഞു, നിന്നോട് കൂടെ നടക്കാൻ എനിക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല, നീ എന്നോട് കൂടെ മുന്നോട്ട് പോരെ. ഇനി നമുക്ക് നടപ്പ് സ്വർഗത്തിലാക്കാവുന്ന. അവനെ കാണാതായി അവൻ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചെന്നായിരുന്നിരിക്കുന്ന ആ പദത്തിൽ. ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. സ്വർഗം വിശ്വാസത്താൽ കാണുക. യേശു വിശ്വാസത്താൽ കാണുന്നു. ദൈവത്തോടുള്ള ബന്ധം വിശ്വാസത്താൽ കാണുന്നു. വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഹാനോക്ക് വിശ്വസിച്ചു എന്ന് കാണുന്നത്. 2, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 34:4 ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരാളെ കുറിച്ചും ദൈവപ്രസാദം ലഭിക്കാതിരുന്ന ഒരാളെ കുറിച്ചും എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4:4 വായിച്ചു. യഹോവ ആരിൽ പ്രസാദിച്ചു? യഹോവ ഹാബേലിലും അവന്റെ വഴിപാട് അവിടെ നിൽക്കട്ടെ. ആരിൽ ആദ്യം പ്രസാദിച്ചു? ഹാബേലിലും അവന്റെ വഴിപാടിൽ. അപ്പൊ നമ്മൾ ആരാധിക്കാൻ കടന്നു വരുന്നെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ആരാധനയ്ക്ക് പ്രസാദിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാട്ടിലും അന്യഭാഷയിലും പ്രവചനത്തിലും പ്രസംഗത്തിലും ഒക്കെ പ്രസാദിക്കുന്നതിന് മുമ്പ് എന്തിന് പ്രസാദിക്കണം? നമ്മില് പ്രസാദിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ ആരാധന, അത് കഴിഞ്ഞേ ഉള്ളൂ പ്രാർത്ഥന, അത് കഴിഞ്ഞേ ഉള്ളൂ പ്രസംഗം. ഹല്ലേലൂയ. നമ്മിൽ പ്രസാദിക്കുക. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. താഴോട്ട് കയീനിലും, കണ്ടോ, കയീനിലും അവനെ കുറിച്ച് പറഞ്ഞിരിക്കുക. കയീന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. കയീനിലും അവന്റെ വഴിപാടിലും. അപ്പം വ്യക്തിയിൽ ദൈവം പ്രസാദിച്ചതിന് ശേഷമേ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. സന്തോഷമുണ്ട്. അക്ഷരപ്രയാസമൊക്കെ ഉണ്ടാകുന്ന ദൂതാണ്. ഹല്ലേലൂയ. വ്യക്തിയിൽ ദൈവം പ്രസാദിക്കണം. നമ്മിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ട് മാത്രമേ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ. അപ്പോൾ ഇവർ 2 പേരുടെയും ആരാധനയെ കുറിച്ച് പറഞ്ഞിട്ട് ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, കയീനിൽ ദൈവം പ്രസാദിച്ചു എന്ന്. കാരണം അപ്പൊ ആരാധനയ്ക്ക് മുമ്പ് വ്യക്തികളിൽ ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മോശയെ ദൈവം തെരഞ്ഞെടുക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 40 വർഷം ഇത്രോവിന്റെ ആടുകളെ മേയിച്ചതിന് ശേഷം ഹോരേബിന്റെ മണ്ണിൽ, ഹോരേബിന്റെ പർവ്വത മുകളിൽ മോശ വരുമ്പോഴാണ് കർത്താവ് മോശയെ സ്പർശിക്കുന്നത്. ഒരു മുൾപ്പടർപ്പിനുള്ളിൽ നമുക്കറിയാം, മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു, അത് വെന്തുപോകുന്നില്ല. അസാധാരണമായ കാഴ്ച കണ്ടുകൊണ്ട് മോശ ഇങ്ങനെ നടന്നു ചെന്നപ്പോൾ ഒരു ശബ്ദം പറയുകയാണ്, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ ചെരുപ്പ് അഴിച്ചു കളയുക. ഹല്ലേലൂയ. നീ എന്ന് കാണുന്നത് പോലുള്ള സ്ഥലത്തിലേക്കല്ല നീ വന്നിരിക്കുന്നത്. എന്ന് സഞ്ചരിച്ച ആ മേഖലകളിലൂടെ അല്ല ഇപ്പോൾ നീ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് നിനക്ക് കയറണമെങ്കിലും നിനക്ക് അതിൽ നിന്ന് വല്ല ദൂതും കേൾക്കണമെങ്കിലും നിന്റെ
അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതുവരെ നടന്നതുപോലെയുള്ള നടപ്പിൽ നിന്നും എന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയത്തില്ല. ഇതുവരെ സഞ്ചരിച്ച വഴികളിൽ എന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. ചിലത് നീ ഉപേക്ഷിച്ചറിയുമ്പോൾ ഈ അസാധാരണമായ ദൈവ സാന്നിധ്യത്തിലേക്ക് നീ ചിലതിനെ ഉപേക്ഷിച്ച് പ്രവേശിക്കുമ്പോഴാണ് എന്റെ ശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദം കേൾക്കണമെങ്കിൽ അസാധാരണമായ കാഴ്ചയുടെ മുമ്പിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. ജീവിതത്തിൽ ദൈവത്തിൽ നമ്മെ അകറ്റി നിർത്തുന്നത്, ആരാധനയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നത്, പ്രാർത്ഥനയിൽ നമ്മെ അകറ്റി നിർത്തുന്നത് വലിച്ചൂരി എറിഞ്ഞു കളയാതെ ദൈവ ശബ്ദം സാന്നിധ്യത്തിനകത്ത് നിന്ന് വെളിപ്പെടുന്നത് കേൾപ്പാൻ കഴിയില്ല. കുഞ്ഞവിടെ കളിച്ചോണ്ട് നിങ്ങൾ കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ട. എന്നെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചെരുപ്പ് അടിച്ചു കളഞ്ഞ അടുത്ത ശബ്ദം വെളിപ്പെടാൻ പോകുന്നു. നീ നടക്കുന്നത് പഴയ നടന്ന സാഹചര്യങ്ങളിലല്ല. ഇത്രോവിന്റെ ആടിന്റെ പുറകെ അല്ല നിന്റെ തിരിച്ചുള്ള പോക്ക്. നിന്റെ വഴി മാറി. നീ ഈ പോകുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക്. നീ ഈ വടി ഇടുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലാണ്. ആ ആടിനെ നയിക്കുന്ന വടി യൂസ് ചെയ്യാൻ പോകുന്നത് ഫറവോന്റെ കൊട്ടാരത്തിൽ പാമ്പായി അതിനെ മാറ്റാനാണ്. അതുകൊണ്ട് വഴി മാറി, സാഹചര്യങ്ങൾ മാറി, ചെരുപ്പഴിച്ചു കളയുക. ഇതേപോലെ ദൈവം തൊടുമ്പോൾ, ഇതേപോലെ തൊട്ടത് കരിവേലകത്തിന്റെ കീഴിൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന നാം ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചത് പരാക്രമശാലി എന്നവൻ വിളിക്കുന്നു. ഇതേപോലെ മനസ്സിലായി. ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവം എന്നെ ഹല്ലേലൂയ വേലയ്ക്കായി ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കിയ ഗിദെയോൻ ഭയമുള്ളവനായിരുന്നെങ്കിലും രാത്രിയിൽ അവൻ യാഗം ചെയ്തു. അവൻ തന്റെ അപ്പന്റെ യാഗപീഠം, അപ്പന്റെ ബാൽ യാഗപീഠത്തെ അവൻ ഇടിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കുക. അപ്പന്റെ ബാൽ യാഗപീഠത്തെ അവൻ ഇടിച്ചു കളഞ്ഞ് അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞു. കാരണം അവൻ മനസ്സിലായി, ഇടപെട്ടു തുടങ്ങിയത് ദൈവമാണ്. ദൈവം ഇടപെട്ടു തുടങ്ങിയത് കൊണ്ട് ദൈവഹിതം അല്ലാത്ത ഒന്നും ഇനിയും എന്റെ വീട്ടിലോ എന്റെ ഭവനത്തിലോ കാണാൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഭയപ്പെട്ടിട്ടാണെങ്കിലും അവൻ അപ്പന്റെ യാഗപീഠം ഇടിച്ചു. ബാൽ ശക്തികളെ നിങ്ങൾക്ക് വിടാം. അസാധാരണമായത് ഇന്ന് രാത്രി ദൈവം സംസാരിക്കുന്നെങ്കിൽ, അസാധാരണമായത് ഇന്ന് രാത്രി ഇടപെടുന്നെങ്കിൽ, ദൈവത്തിൽ നിന്നും നിന്നിൽ നിന്നും നിന്നെ അകറ്റുന്ന ഇടയിൽ നിൽക്കുന്ന പാൽ ശക്തികൾ, ഇതേവൻ ബാൽ വിഗ്രഹത്തെ ഉടച്ചത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് ചോദിക്കുന്നു, ദൈവത്തിന് നിന്നോട് അടുത്തു വരുന്ന തടസ്സമായി, ദൈവം നീ ഇരിക്കുന്ന പായിൽ ഇറങ്ങുന്നത് തടസ്സമായി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന എന്തെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അതിനെ ഒറ്റക്കളയുവാൻ ഞാൻ എന്റെ ദൂതിനെ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഏലിയ, നിന്റെ പരിചയത്തിൽ നിന്നോട് സംസാരിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പരിചയമില്ലെങ്കിലും പഞ്ഞിനൂലങ്കി ധരിക്കുന്ന ദൂത് കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നവന്റെ അടുത്തേക്ക് എന്റെ കരം ചലിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു നമുക്ക്
ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിന്, ദൈവം നമ്മുടെ കരിവേലകത്തിന്റെ കീഴിൽ ഇറങ്ങുന്നതിന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ മെതിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി. എന്തോ ഒരു ദൂത് വെളിപ്പെടുന്നു, നിന്റെ ജോലി സ്ഥലത്ത് ദൈവം ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. നീ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണം. നിന്റെ കഴിവിന് വിരോധമായി വ്യാപരിച്ചൊരുങ്ങുന്ന വിഷയങ്ങളെ തകർക്കേണ്ടതിന് ദൈവത്തിന്റെ സാന്നിധ്യം നീ ആയിരിക്കുന്ന മേഖലകളിൽ ഇറങ്ങണം. ഹല്ലേലൂയ. അപ്പോൾ അവൻ മനസ്സിലായി, ദൈവം സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൻ ക്ലിയർ ചെയ്തു, കാര്യങ്ങളെ ക്ലിയർ ചെയ്തു. ദൈവം സംസാരിച്ചു തുടങ്ങുന്നെങ്കിൽ, ദൈവം ഇടപെട്ട് തുടങ്ങുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്ലിയർ ചെയ്യാനുള്ള മേഖലകളെ ക്ലിയർ ചെയ്യണം. എന്നാൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ചില കാര്യങ്ങൾ ദൈവപ്രസാദത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 8-ന്റെ 26 മുതൽ 29 വരെ. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെ കുറിച്ചാകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു നിങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവത്തെ കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതാണെന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. ഇവിടെയും യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ പല ഭാഗങ്ങളിലും തൃത്വത്തെ കുറിച്ച് യേശു കർത്താവിന്റെ പദങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. ആരോട് കേട്ടത്? പിതാവായ ദൈവത്തോട് കേൾക്കുന്നതാണ് ആര് ലോകത്തിന് കൈമാറുന്നത്? യേശു കർത്താവ് ലോകത്തിന് കൈമാറുന്നത്. താഴോട്ട് അവർക്ക് മനസ്സിലായില്ല പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ തന്നെ അവൻ എന്നും, അല്ലേ? പിതാവും പുത്രനും ഒന്നാകുന്നു. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയത്തില്ല. എന്നിൽ കൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയത്തില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നെ അവനെന്നും. അതിന് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് കാര്യമൊന്നും ചെയ്യത്തില്ല. ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മള് അവനോട് കേട്ടു എന്നൊരു പറഞ്ഞുണ്ടോ? പിതാവായ ദൈവത്തിൽ നിന്ന് കേട്ടു. പിതാവ് എന്ത് പറയുന്നോ അത് ചെയ്തു. ഞാനും പിതാവും ഒന്നാകുന്നു. അവൻ തന്നെ അല്ല, ഞാൻ തന്നെ അവനെന്നും, ഞാൻ തന്നെ പിതാവായ ദൈവമെന്നും. അവൻ പറഞ്ഞിട്ടല്ലാതെ ഞാനത് ചെയ്യത്തില്ലെന്നും, അവനോട് കേട്ടിട്ടാണ് ഞാൻ ചിലത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന പിതാവായ ദൈവം, പുത്രനായ ദൈവം അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. താഴോട്ട് നോക്കുക. എന്നെ അയച്ചവൻ എന്നോടുകൂടെ എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഈ പദം ശ്രദ്ധിക്കേണ്ട. എന്നെ അയച്ചവൻ പിതാവായ ദൈവം എന്നോടുകൂടെ ഉണ്ട്. ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് കൈമാറാൻ പോവുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ളത് നീ ചെയ്താൽ കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ അവന് പ്രസാദമുള്ളത്, പിതാവായ ദൈവത്തിന് ഞാൻ പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ കൈവിടത്തില്ല, കൈവിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ അതേ പദം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്താൽ നമ്മെ ദൈവം കൈവിടത്തില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. മനസ്സിലായോ? പിതാവായ ദൈവത്തിൽ നിന്ന് ഇതിനിടയ്ക്ക് വന്നുകൊണ്ട് ബിരുദനായി കുടുംബത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ലേറ്റ് ആയാലും കടന്നു വരാൻ കർത്താവ് മനസ്സ് കാണിച്ചത് കർത്താവ് കാരണമായി സഹായിക്കട്ടെ. ശ്രദ്ധിക്കുക, പിതാവായ ദൈവത്തിൽ നിന്ന് കേൾപ്പാൻ, പിതാവായ ദൈവം പറയുന്നത് ചെയ്യുവാൻ, അവന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞാൻ തയ്യാറായതുകൊണ്ട് എന്നെ കൈവിടാൻ പിതാവും തയ്യാറായില്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലായോ? ഇന്ന് രാത്രി ദൈവത്തിന് പ്രസാദമുള്ളത് നീ ചെയ്താൽ നിന്റെ ചിന്തയിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ ഇടപെടലുകളിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ ആരാധനയിൽ, വ്യക്തിപരമായ വചന ധ്യാനത്തിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, പിതാവ്
അപ്പോൾ ഹാനോക്ക് ചെയ്ത 2-3 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. നടന്നുപോലെ ഈ വേടുകൾ നടന്നുപോലെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യണം? ദൈവത്തിൽ പരമാർത്ഥമായി വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നോട്ടെന്ന് കരുതി പ്രാർത്ഥിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവത്തിൽ ഒന്നും പ്രാപിക്കാൻ കഴിയട്ടെ. ആത്മീകമായ ദൈവം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ദൈവം എനിക്ക് അന്യഭാഷ തരുന്നെങ്കിൽ തരട്ടെ. നേരം ഞാൻ പറയാം. അങ്ങനെ ചിന്തിക്കരുത്. ദൈവം ആയുസ് തരാൻ പറ്റില്ല. സാറൊക്കെല്ല കേട്ടോ, സാറെ പ്രാർത്ഥിച്ച കിട്ടും. സാറെ നോക്കും. ദൈവം നിനക്ക് ആയുസ് തരത്തില്ല അന്യഭാഷ. ദൈവം എനിക്ക് തരുമ്പോ തരട്ടെ അന്യഭാഷ. ആയുസ് നിനക്ക് കിട്ടത്തില്ല. തരുമ്പോ എനിക്ക് പ്രബലം തരട്ടെ. ആയുസ് കിട്ടത്തില്ല. നീ വിശ്വസിക്കുന്നെങ്കിൽ പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, അവന് കഴിയുമെന്ന് വിശ്വസിക്കുന്നെങ്കിലേ ദൈവം നിനക്ക് തരുന്നു. ഭൗതിക മേഖലയോട് ഞാൻ തൊട്ടോട്ടെ. എനിക്ക് ജോലി കിട്ടത്തില്ല, ഹൃദയത്തിൽ തീരുമാനിച്ച കിട്ടത്തില്ല. എനിക്ക് വിസ അടിക്കത്തില്ലെന്ന് തീരുമാനിച്ച കിട്ടത്തില്ല. പ്രാർത്ഥിച്ചു, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ് അത്ഭുതം സംഭവിക്കുന്നത്. അപ്പോൾ വിശ്വസിച്ചു, അവൻ വിശ്വസിച്ചു. 2, അവൻ പ്രസാദിപ്പിച്ചു. അല്ലേ? നമ്മുടെ ഹൃദയം കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ജീവിത രീതി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. 3, അവൻ ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചു. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല, എന്നാൽ എല്ലാവർക്കും പറയാൻ കഴിയും. നമ്മളുമായി അടുത്ത് സഹകരിക്കുന്നവരോട്, ജോലി ചെയ്യുന്നവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയും. അവൻ ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചു. യൂദായ്ക്ക് എഴുതിയ ലേഖനം, യൂദായുടെ ലേഖനം 14 ഒരു അധ്യായമുള്ളൂ. 14-15 വാക്യങ്ങളിൽ ഞാൻ വേഗം വായിച്ചു. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഹാനോക്കിനെ കുറിച്ച് പരാമർശിച്ച് പറയുകയാണ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കിനെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം, ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്താനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഈ പ്രവചനം ഈ നിമിഷം വരെ നിറവേറിയിട്ടില്ല. ഈ പ്രവചനം ഒലിവുമലയിൽ കർത്താവ് കാഴ്ചമുട്ടുമ്പോൾ തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന 2ാമത്തെ വരവ്, രഹസ്യവരവല്ല, പരസ്യവരവ് അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് ശേഷം ആണോ എന്ന് അറിയത്തില്ല, എപ്പോ വേണം സംഭവിക്കാം. വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒലിവുമലയിൽ കർത്താവ് കാഴ്ചമുട്ടുന്ന വിശുദ്ധന്മാരോടുമായി കർത്താവ് ഇറങ്ങി വരുന്ന മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ദൂത് നമുക്ക് പിറകിൽ 5000 സംവത്സരങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് ചേർന്ന് നടന്നവൻ, ദൈവത്തെ വിശ്വസിച്ചവൻ ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്നു. ഒരുവൻ വരുന്നു വിശുദ്ധന്മാരോടുകൂടെ. ഒരുവൻ വിധിപ്പാൻ ഇറങ്ങി വരുന്നു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. സംവത്സരങ്ങൾക്ക് അപ്പുറമുള്ള ചില ആലോചനകളെ ഇന്ന് രാത്രിയിലും വിളിച്ചു പറയുക, ആത്മാവിനെ കാണുക, ആത്മാവിനെ പ്രവചിപ്പാൻ ദൈവത്തോട് കൂടെ നടക്കുന്നവന് കഴിയും. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് ഇതുവരെ സംഭവിക്കാത്തൊരു ദൂത്, എന്നാൽ സംഭവിക്കാനിരിക്കുന്ന ഒരു ദൂത്. സംവത്സരങ്ങൾക്ക് മുമ്പ് ദൈവത്തോടു കൂടെ നടന്നതിന് വേണ്ടി ദൈവം എഴുതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മിൽ കൂടെ ചില പ്രവചന ശബ്ദങ്ങൾ പുറപ്പെടട്ടെ. എന്തെങ്കിലും ദൈവസന്നിധിയിൽ വന്നിരുന്ന് 2 മണിക്കൂർ ചെലവഴിച്ചിട്ട് പോകാമെന്ന് ചിന്തിക്കരുത്. എന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില ധാരണകളുണ്ട്. എന്റെ കൂടെ ദൈവത്തിന് ചില ചെയ്തെടുക്കാറുണ്ട്. വരും തലമുറകളോട് പരിശുദ്ധാത്മാവിൽ പ്രവചിപ്പാൻ, അവരുടെ ഭാവിയെ നോക്കി പ്രവചിപ്പാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരെ സ്കൂളിൽ പോകുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചു വിടാതെ, അവരുടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ തലമേൽ കൈവച്ച് അവരോട് ആത്മാവിൽ പ്രവചിക്കുക. ഈ വരും കാലങ്ങളിൽ ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന്, ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞങ്ങളെക്കാൾ അസാധാരണമായ രീതിയിൽ ഒറ്റപ്പെടലോടെ ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3ാമത്തെ അവന്റെ പ്രത്യേകത, പ്രസാദിപ്പിച്ചവൻ, വിശ്വസിച്ചവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. ബൈബിളിലെ ആദ്യത്തെ ഉൾപ്രാവണം മരണം കാണാതെ ഒരുവൻ എടുക്കപ്പെടുന്നുണ്ടെങ്കിൽ ബൈബിളിലെ ആദ്യത്തെ ഉൾപ്രാവണം ഹാനോക്കായിരുന്നു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ പിന്നീട് എടുക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ഉൾപ്രാവണം ജനനം മുതൽ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നുകൊണ്ട് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. നമുക്കും ഒരു ഉൾപ്രാവണമുണ്ട്.
അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ തൊട്ട് നാം ആരാധിക്കാൻ പോവുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഉറക്കെ ഒന്ന് വായിച്ചു. റോമർ 8:21. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് ശ്രദ്ധിച്ചോ, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, UAE വന്ന് സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ സേവ ചെയ്ത് ഒരു ദിവസം പെട്ടിക്കകത്ത് കയറി പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. മുന്നറിഞ്ഞവർ അവനോടൊപ്പം അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു. നമ്മുടെ വിളി എങ്ങനെ ആകാനാ? കർത്താവിന് അനുരൂപരാകാനാ. ഇന്നല്ലെങ്കിൽ നാളെ നാം ദൈവത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുക, അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ ഇതിനകത്തിരിക്കുന്നവർക്ക് ജാതികളെക്കാൾ ഒരു പ്രത്യേകതയില്ലേ? വിശ്വസിക്കാത്തവരെക്കാൾ ഒരു പ്രത്യേകതയില്ലേ? നിന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുക. എന്തിന്? കർത്താവിനോട് അനുരൂപരാകുവാൻ. നിന്റെ അന്ത്യം അതാണ്, യേശുവിനോട് അനുരൂപരാകുക എന്നുള്ള അന്ത്യം. അടുത്ത വാക്യം വായിക്കാൻ 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, 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 നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ, അതായത് കർത്താവ് എങ്ങനെയാ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് വരുമ്പോൾ, അവന്റെ പ്രത്യക്ഷത വരുമ്പോൾ അവൻ എങ്ങനെയാ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നാം കർത്താവിനോട് അനുരൂപപ്പെടും. സന്തോഷമുണ്ടോ? അല്ലേ? സന്തോഷമില്ലേ? അവനോട് അനുരൂപപ്പെടും, അവന് സദൃശന്മാരാകും. ഒരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയർ 3:20-21 വായിച്ചാൽ മതി, സമയമില്ലാത്തതുകൊണ്ട്. 21. അവൻ സകലവും, ആ പദം കൂടെ വായിച്ചാൽ നമുക്ക് ആത്മാവിൽ ആരാധിക്കാൻ പോവുകയാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയുണ്ട്. അവിടെ നിൽക്കാം. അവന് സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ശക്തിക്ക് മുകളിലല്ല നിന്നെ ഭയപ്പെടുത്തുന്ന ശക്തി. എന്റെ കർത്താവിന്റെ ശക്തിക്ക് മുകളിലല്ല നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വ്യാപാരങ്ങൾ. വചനം പറയുന്നു, അവന്റെ വ്യാപാര ശക്തിക്ക് കഴിയാത്തതായി ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തിനെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മ ശക്തി. വിശ്വസിച്ചാട്ടെ, ഒരു രോഗമാണെങ്കിൽ, ഒരു പാപമാണെങ്കിൽ, ഒരു ശാപമാണെങ്കിൽ, ഒരു പ്രതിസന്ധിയാണെങ്കിൽ, ഒരു വിഷയമാണെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി ഉള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വായിച്ച് നാം പാട്ട് വായിക്കുന്നവരാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി. പ്രൈസ് ഗോഡ്. നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. കർത്താവ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് കാണാൻ പറ്റും. അവൻ എങ്ങനെ ഇരിക്കുന്നു, അവൻ ഇരിക്കുന്നത് പോലെ അവൻ നിന്നെ കാണുമെന്ന്. അവന്റെ രൂപാന്തരപ്പെട്ട തിരസ്കരിക്കപ്പെട്ട ശരീരം. ഹല്ലേലൂയ. മറിയോട് കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. ശിയോനിലുള്ള പഴയ വിശുദ്ധന്മാരുമായി കർത്താവ് ഹല്ലേലൂയ പിതാവിന്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് മറിയോട് പറയാ, തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. എന്നാൽ ശിയോനിൽ നിന്ന് ഈ പഴയ വിശുദ്ധന്മാരെയൊക്കെ സ്വർഗത്തിലാക്കിയിട്ട് കർത്താവ് ഒരു മടങ്ങിവരവുണ്ട്. ഹല്ലേലൂയ. പരസ്യമായി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ശിയോനിലുള്ള അഭിഷക്തപരമായി കർത്താവ് നമ്മളൊന്ന് പഠിച്ച പോയൊരു ഭാഗം നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് നിങ്ങളെ തൊട്ട് നോക്കുക. ആർക്ക് വേണം എന്റെ വിലാപ്പുറത്ത് തൊടാം, എന്റെ കരത്തെ തൊടാം, എല്ലാവർക്കും സ്വാതന്ത്ര്യം. അതിന് മുമ്പ് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അവൻ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ഉണ്ടായിരുന്നു. അത് വിശ്വസിച്ച അവനെ കാണാതെ
ഈ രാത്രിയിൽ യേശുവിനെ കാണാതെ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ അവൻ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ കാണാൻ കഴിയും. മാത്രമല്ല അവനുമായി നാം സദൃശ്യരായി അവനോട് രൂപാന്തരപ്പെടും. എത്ര പേർക്ക് താല്പര്യമുണ്ട് അതിന്? ദൈവത്തിന് എഴുന്നേറ്റാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 60 70 വയസ്സ് കൊണ്ട് തീരുന്ന ഒരു ജീവിതമല്ല ഇത്. മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. അഥവാ നാം മരിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ വാനമേഘങ്ങളിൽ വെളിപ്പെടുന്ന ഒരുവനുണ്ട്. അവന്റെ ശരീരത്തോട് നമ്മൾ അനുരൂപരായി മാറും. അവനോട് സദൃശരായി നാം രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധന്മാർ ഗാനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിൽ